الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനരായ കാരണവന്മാരെ, രക്ഷിതാക്കളെ, ഇരു കുടുംബത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ദേഹങ്ങളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും നമ്മുടെ ഈ സദസ്സിനെ വർഷിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് സാക്ഷികളാകാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഇന്ന് ഒരുമിച്ച് കൂടാൻ പോകുന്ന ഈ ദമ്പതികൾക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇരു കുടുംബങ്ങളുടെയും ഇടയിൽ അള്ളാഹു ഇണക്കത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കുടുംബത്തിന് ഉപകാരപ്പെടുന്ന സന്താനങ്ങളെ ഈ ഒരു ദാമ്പത്യത്തിൽ നിന്നും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ചെമ്മനാട് സ്വദേശി ഷാജഹാൻ സാഹിബിന്റെയും മറിയം ബീവിയുടെയും മകൻ യാസിൻ അഹമ്മദാണ് നമ്മുടെ വരൻ. ഇസ്സത്ത് നഗർ സ്വദേശിയായ അബ്ദുള്ള സാഹിബും അസ്മ ദമ്പതികളുടെ മകൾ ആയിഷത്തു അസ്നയാണ് വധുവായിട്ടുള്ളത്. സ്വർണ്ണാഭരണമാണ് മഹർ നിശ്ചയിച്ചിട്ടുള്ളത്. പ്രാർത്ഥിക്കാനും സാക്ഷികളാകാനുമാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവരോടൊപ്പം തന്നെ നമുക്കും അള്ളാഹു ഏറെ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു വിചിത്രമായ ഒരു ആവശ്യവുമായി ഒരാൾ വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ പറഞ്ഞു, നബി, നിങ്ങൾ കൊണ്ടുവന്നൊക്കെ ഞാൻ അംഗീകരിച്ചോളാം, പക്ഷെ ഒന്നിനെ എനിക്ക് നിങ്ങൾ പെർമിഷൻ തരണം. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നബി, എനിക്ക് വ്യഭിചാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയണില്ല, അതിനെനിക്ക് നിങ്ങൾ പെർമിഷൻ തരണം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്. നബി തിരിച്ചു ചോദിച്ചു, ഉമ്മയുണ്ടോ? ഉണ്ട്. മകളുണ്ടോ? ഉണ്ട്. പെങ്ങളുണ്ടോ? ഉണ്ട്. ഇവര് ആ രൂപത്തിൽ ചിന്തിക്കുന്നത് താങ്കൾക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹം പറഞ്ഞു, കഴിയില്ല നബിയെ. എങ്കിൽ താങ്കള് ഈ ആവശ്യവുമായി ചെല്ലുന്ന ആള് ഒന്നുകിൽ ഒരാളെ ഉമ്മയാവൂലേ, അതല്ലെങ്കിൽ വേറൊരാളുടെ പെങ്ങളാവില്ലേ, അതല്ലെങ്കിൽ ഭാര്യയും സഹോദരിയും ആവില്ലേ? നബിയെ, മനസ്സിലായി. റസൂലുള്ളാഹിന്റെ മുന്നിൽ തിരിച്ചുപോയി. ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഇസ്ലാം വ്യഭിചാരം എന്നുള്ളത്. ലിവിങ് ടുഗദറിന്റെ കാലഘട്ടത്ത് അത് സമ്മതിക്കാത്തൊരു മതമാണ് ഇസ്ലാം എന്ന കർശന നടപടിയാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ എന്ന കൺസെപ്റ്റ് ഇസ്ലാമിനില്ല. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, റസൂലില്ലാത്തൊരു ദിവസം വീട്ടിൽ കുറച്ച് സ്വഹാബികൾ വന്ന് തിരിച്ചുപോയ കഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി നബി വന്നപ്പോൾ അവതരിപ്പിച്ചു. അവരൊരു പ്രതിജ്ഞ എടുത്തിട്ടാ പോയത്. ആരാധനകൾ ധാരാളം ചെയ്യണം, അതിന് കുടുംബം ഒരു തടസ്സമാണ്, ഇനി കല്യാണം കഴിക്കില്ല, രാത്രി ഉറക്കല്ല, അതുപോലെ തന്നെ പകല് ഫുള്ള് നോമ്പാ ഇനി എന്നും എന്ന പ്രതിജ്ഞയായിട്ടാ പൊയ്ക്കണത്. ഇത് കേട്ട റസൂലുള്ള വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട്, ചില ആൾക്കാരെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ, ആരപ്പ എന്നേക്കാൾ ദീനുള്ള ആള്, അന്നിക്കാഹു മിൻ സുന്നത്തി, എന്റെ ചര്യയിൽപ്പെട്ടതാണ് നിക്കാഹ്. ആരെങ്കിലും ആ ചര്യയിൽ നിന്ന് വിമുഖത കാണിച്ചാൽ ലൈസ മിന്നി, അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉദാര ലൈംഗികതക്കും സന്യാസത്തിനും നടുവേ ആണ് ഇസ്ലാം. നിക്കാഹിലൂടെ, അനുവദിക്കപ്പെട്ട ഇണയിലൂടെ അത് സാധ്യമാകണം എന്നാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തരുന്നത്. ചടങ്ങ് ലളിതമാക്കൂട്ടരെ, വളരെ ലളിത. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ ആസ്തി, എന്നിട്ട് ഇന്നത്തെ കാലത്തെ അംബാനിമാരുടെ ആസ്തി കൂടി നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ശതമാനക്കണക്ക് നോക്കി ഒരു വേള മുന്നിൽ നിൽക്കുക ആരാന്നറിയോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു മദീനയിലേക്ക് എത്തി. മക്കയിൽ മദീനയിലേക്ക് എത്തി. ഹിജറ വന്നതാ, നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വന്നതാ. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അടിപൊളി കച്ചവടക്കാരനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അഭയാർത്ഥി ക്യാമ്പിലല്ല അവർ താമസിച്ചത്, അൻസാറുകളുടെ നെഞ്ചകത്തായിരുന്നു അവർ താമസിച്ചത്.
അതുകൊണ്ട് തന്നെ വീടിന്റെ പകുതി കൊടുത്തു മുഹാജിറുകൾക്ക്. കാരണം മദീനക്കാർക്ക് സ്വീകരിക്കാൻ അള്ളാന്റെ സ്വഹാബികളെ കിട്ടിയിരിക്കുകയാണ്, റസൂലിന്റെ സ്വഹാബികളെ കിട്ടിയിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 2-3 ഭാര്യമാരുണ്ട്, നിങ്ങൾ കണ്ടോളി, ആവശ്യമുള്ളവരെ പറഞ്ഞാൽ മതി, തൊലാക്ക് ചൊല്ലി നിങ്ങൾക്ക് തരാന്ന്. സഹോദര്യ കൂട്ടരെ, സാഹോദര്യം. പക്ഷെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഒന്നും വാങ്ങില്ല. അദ്ദേഹം കച്ചവടം ചെയ്തു, പണക്കാരനായി. ഒരു ദിവസം റസൂലുള്ളാഹിന്റെ മുമ്പിൽ കുറച്ച് അത്തറൊക്കെ പൂശിങ്ങനെ വന്നു കണ്ടപ്പോ ചോദിച്ചു, ആ അത്തറിന്റെ ഒരു പ്രത്യേകത, വിവാഹമൊക്കെ കഴിഞ്ഞ് പുതിയാപ്പിളയാ അത് ആ അത്തറ് പൂശാറ്? അല്ലാതോ എന്താ റസൂലെ? ഒരു കല്യാണം കഴിഞ്ഞു. ആരാണ്? അള്ളാന്റെ റസൂലിനോടാ പറയുന്നത്. റസൂലെ കല്യാണം കഴിഞ്ഞു. ആരറിഞ്ഞിട്ടില്ല? അള്ളാന്റെ റസൂൽ അറിഞ്ഞിട്ടില്ല. പോകുമ്പോ പറഞ്ഞു, നദ്ദോ ഔലിം ബിഷാത്ത്, ഈ ഒരു ആടിനെ അറുത്തിട്ടുണ്ട് ഒരു വലിയ കൊടുത്തലേന്ന്. ആരോടാ പറയുന്നത് അറിയോ? കോടീശ്വരനോടാ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വലീമയുടെ വലുപ്പം അഹങ്കാരത്തിന്റേതല്ല, ധൂർത്തിന്റേതല്ല, പൊങ്ങച്ചത്തിന്റേതല്ല. മുസ്ലിം സമുദായത്തിന്റെ അടുക്കളകൾ ഇപ്പോഴും ദാരിദ്ര്യത്തിന്റെ പട്ടിണിയുടേതുണ്ട് എന്ന തിരിച്ചറിവായിരിക്കട്ടെ നമ്മുടെ മംഗലത്തലേന്നുകളും മംഗലത്തിന്റെ ഭക്ഷണം വിളമ്പലുകളിലും വേണ്ടത്. അത് സുന്നത്താ. ഏത് വിവാഹ സദ്യ സുന്നത്താണ്. പക്ഷെ ആ സുന്നത്താകുന്ന വിവാഹ സദ്യയായിരിക്കണം കുടുംബത്തിന്റെ അകത്ത് വിളമ്പേണ്ടതെന്ന് കാരണവന്മാരാ തീരുമാനിക്കേണ്ടത്. നട്ടല് വേണം നമുക്ക്. അല്ലാണ്ട് റസൂല പഠിപ്പിച്ചെന്ന്. ആഡംബരങ്ങളില്ല, നാട്ടുകാരെ കാണിക്കലില്ല, പൊങ്ങച്ചകലുകളില്ല, 1000-10,000 കോസ്മെറ്റിക്സിന് ചിലവാക്കുന്ന മംഗലങ്ങളല്ല. ആനയും അമ്പാരിയും ഗാനമേളകളും ഡിജെകളും ഇല്ലാത്ത സൗന്ദര്യമുള്ള, മനോഹാരിതയുള്ള, ആനന്ദമുള്ള ഡിജെകളുടെ അകമ്പടിയില്ലാതെ കുടുംബക്കാർക്ക് പരിചയപ്പെടാനും പരിചയം പുതുക്കാനും അവരുടെ പരസ്പരം സൗഹാർദ്ദങ്ങൾ പങ്കുവെക്കാനും ഒച്ചപ്പാടുകളും കച്ചറകളും ഇല്ലാതെ ഒന്നിച്ചിരുന്ന് പരസ്പരം സ്നേഹം പങ്കിടുന്ന മംഗലത്തിന്റെ തലേന്നുകളും മംഗലത്തിന്റെ ദിനങ്ങളുമാണ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ലഘുവായിട്ടുള്ള വിവാഹ ചടങ്ങ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. സ്ത്രീധനങ്ങളൊന്നും ഇല്ലാത്തത്. വിവാഹത്തിന്റെ മാനദണ്ഡം തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ വലിജമാലിഹാ. അല്ലാഹു റസൂൽ പറഞ്ഞു. അതെ, ദീൻ അവസാനാണ് റസൂലുള്ളാഹി എണ്ണിയത്. ഒരു പെണ്ണ് വിവാഹം കഴിക്കപ്പെടും, സ്വത്ത് നോക്കും, സമ്പത്ത് നോക്കും, സൗന്ദര്യം നോക്കും, അതുപോലെ തന്നെ തറവാടിത്വം നോക്കും. നോക്കണ്ടെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, നോക്കാം. പക്ഷേ ദീനാണ് ആദ്യം വെക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളിയും? ദീനുള്ള തറവാടിത്തമുള്ളവളെ കൊണ്ടുവന്നോളിയും, തറവാടിത്തമുള്ള മനുഷ്യനെ അന്വേഷിച്ചോളിയും. സൗന്ദര്യം നോക്കണമെന്ന ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷേ ദീനുള്ള സൗന്ദര്യവതി, ദീനുള്ള സൗന്ദര്യവാൻ, സമ്പന്നത നോക്കാം. എന്റെ കപ്പാസിറ്റിക്കും എന്റെ സ്റ്റാറ്റസിനും അനുസരിച്ച് കുഫു ഒക്കാം. പക്ഷേ ദീനുണ്ടാവണം. അതാണ് ഇസ്ലാം മുമ്പോട്ട് വെച്ചത്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താ ദീന്? കുറെ ഒച്ചപ്പാടുകളും കുറെ ശബ്ദകോലാഹങ്ങളും ആരൊക്കെയോ വന്നിട്ട് കൂട്ട നിലവിളികളും അല്ല ദീന്. 3 വാചകങ്ങളിൽ നമുക്കതിന് ഉത്തരം പറയാം. എന്താണ് ദീൻ എന്ന് ചോദിച്ചാൽ, 1 അഖീദയാണ്, 2 ഇബാദാത്താണ്, 3 മുആമലാത്താണ്. ഇത് 3ഉം ക്ലിയർ ആവലാണ് ദീൻ എന്ന് പറഞ്ഞ. അഖീദ എന്ന് പറഞ്ഞ ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കല്. മൻ റബ്ബുക എന്ന് ഖബർ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അത് അഖീദയില. തന്റെ പെണ്ണിനെ അന്വേഷിച്ചു വന്ന, കുട്ടിനെ അന്വേഷിച്ചു വന്ന ചെക്കന് അഖീദ ഉണ്ടോന്ന് ചോദിക്കണം. ഓൻ എന്താ ആദർശം എന്ന് ചോദിക്കണം. ഓൻ അള്ളാനെ അറിയോന്ന് ചോദിക്കണം. അതാ കൂട്ടരെ ദീന്. എന്താ ദീനിന്റെ പ്രത്യേകത എന്നറിയോ? അള്ളാന്റെ റസൂലും സ്വഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, അതെ, കൊളുത്തിവെച്ച കൊമ്പിൽ നിന്നും അള്ളാന്റെ റസൂൽ ഒന്ന് മയങ്ങിക്കിടക്കുമ്പോൾ ശത്രു വാളെടുത്ത് കുത്തിയിട്ട് ചോദിച്ചു, ആരാ രക്ഷിക്കുക? ആരോട്? അള്ളാന്റെ റസൂലിനോട്. വാള് ആ വിവേകി ഒന്ന് വീശിയാൽ അള്ളാന്റെ റസൂലിന്റെ ശിരസ് നിലത്ത് വീഴും. പേടിയുടെ രംഗാണ്. റസൂലിനോട് ചോദിച്ചു, ആരാ രക്ഷിക്കുക? അള്ളാന്റെ റസൂൽ പറഞ്ഞ അള്ളാന്ന്. അഖീദയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന, മനസ്സിൽ അള്ളാഹുവിനെ ദൃഢീകരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാന്ന്. വാള് നിലത്ത് വീണപ്പോ റസൂലുള്ള എടുത്തു, ഇനി നിന്നെ ആരാ രക്ഷിക്കുക ചോദിച്ചു. നിങ്ങൾ മാന്യനാണ്, എന്നെ നിങ്ങൾ വെറുതെ വിടണം. അള്ളാന്റെ റസൂൽ വെറുതെ വിട്ടു. മനസ്സിൽ അഖീദ ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച നമുക്ക് കഴിയും. ഭാര്യ ചെയ്ത കുറ്റം, മക്കള് ചെയ്ത കുറ്റം, കുടുംബക്കാര് ചെയ്ത കുറ്റം ഒന്നും എന്തിനാ പടങ്ങി നിൽക്കുന്നത്? വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറല്ല. മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള ബോധം, അഖീദ ഉണ്ടെങ്കിൽ കൂട്ടരെ വിട്ടുവീഴ്ച സാധ്യമാകുമെന്ന് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അറിയോ നിങ്ങൾക്ക്? യാസീന് ആയിഷയോടുള്ള വിട്ടുവീഴ്ചയുടെ അടിയാധാരം എവിടെയെന്നറിയോ? മനസ്സിലെ വിശ്വാസാണ്. അവൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും എടുത്തു ചാടാതിരിക്കാൻ മനസ്സിൽ വിശ്വാസം വേണം. തിരിച്ചും അസ്നക്കും അങ്ങനെ തന്നെയാണ്. ആയിഷ അസ്നക്കും തിരിച്ചു അങ്ങനെ. അതുകൊണ്ട് പെണ്ണ് കാണാൻ വരുമ്പോ അഖീദ ഉണ്ടോന്ന് ചോദിക്കണത്, ദീനുണ്ടോന്ന് ചോദിക്കണത്. ദീനുണ്ടോന്ന് ചോദിക്കുമ്പോ അഖീദ ഉണ്ടോന്നാണ് ചോദിക്കണത്. നേരെ തിരിച്ചും
രണ്ടാമത്തേത് ഇബാദത്താണ്. നമ്മൾ ചോദിക്കും പള്ളിയിലൊക്കെ കാണലുണ്ടോ ചെക്കനെ, നിസ്കരിക്കലൊക്കെ ഉണ്ടോ? എന്തിനാ ചോദിക്കണത്? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയനിർണിതമായ ആരാധനയാണ് നിസ്കാരം. കാഴ്ചപ്പാടുള്ളവനാണോ, കൃത്യനിഷ്ഠുള്ളവനാണോ എന്ന് അന്വേഷിക്കാനാണ് ദീനുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം തോന്നിയാസത്തിൽ നിന്നും തിന്മയിൽ നിന്നും വേർപ്പെടുത്തി നിർത്തും. അപ്പൊ പള്ളി കാണലുണ്ടോ എന്ന് ചോദിച്ചാൽ വെലിയുണ്ടോ കുടിയുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പോലെയാണ്. കാരണം പള്ളി കണ്ട അതിനർത്ഥം എന്താണെന്നറിയോ, വെലിയും കുടിയും വെക്കലൊന്നും ഉണ്ടാവൂല എന്നാണ്. കാരണം നിസ്കരിക്കണോൻ അതൊന്നും പറ്റൂല, ഓൻ അതൊന്ന് ശുദ്ധാവും. റസൂലുള്ള പറഞ്ഞില്ല 5 നേരം വെള്ളത്തിന്ന് കുളിക്കണ, പുഴയെന്ന് കുളിക്കണം. എന്തുകൊണ്ടാ? നിസ്കാരം 5 നേരം ജമാഅത്തിന് കാണലുണ്ടോന്ന് പള്ളി കമ്മിറ്റിക്കാരോട് ചോദിക്കണതിന്റെ ഉദ്ദേശം, ഒരു വാപ്പാന്റെ ഉദ്ദേശം എന്താണെന്നാണ് ഈ പറയുന്നത്. അതാണ് ഇബാദത്ത്, അദ്കാറുകള്, അങ്ങനെ തുടങ്ങുന്ന സ്വതക്കകള്, സക്കാത്തുകള്, ഹജ്ജൊക്കെ ഇബാദത്തിൽ. അവിടെയും കൂടി ക്ലിയർ ആകുമ്പോഴാ ദീൻ ഉണ്ടാവുന്നത്. മൂന്നാമത്തെ എന്താണെന്നറിയോ? മൂന്നാമത്തേത് മുആമലാത്താണ്. മുആമലാത്തിലാണ് ഇടപാടുകളും സ്വഭാവവും വരും. എന്റെ കുട്ടീനെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ എന്റെ കുട്ടി ഹറാമ് തിന്നേണ്ടി വരുമോ എന്നാണ് ദീനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചോദ്യത്തിന്റെ ഉൾപ്പൊരുൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം മുആമലാത്ത് സാമ്പത്തിക ഇടപാടാണ്. പലിശയുമായി ഇടപെടാത്ത ആളാണോ എന്നാ ചോദിക്കുന്നത്. നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയതാണോ, വഞ്ചിച്ചുണ്ടാക്കിയതാണോ എന്നാ ചോദിക്കുന്നത്. നേരെ തിരിച്ചും സ്വഭാവത്തിന്റെ വിഷയം, വീട്ടിക്ക് കൊണ്ടുവന്ന വാപ്പിയമ്മയെ എല്ലാരും വാപ്പിയമ്മയായി കാണാൻ പറ്റുമോ? നല്ല സ്വഭാവത്തിൽ നിൽക്കുവോ? നല്ല സംസാരം ഉണ്ടാവോ? മാനിയും ബാപ്പാനി ആ സ്ഥാനത്ത് കാണാൻ പറ്റുമോ? സ്വഭാവം നന്നാണോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇബാദാത്തും മുആമലാത്തും അതിന്റെ മുമ്പ് അഖീദയും, ഇത് മൂന്നും കൂടിയതാണ് ദീനെന്ന് അറിയണം. അതുകൊണ്ട് ദീനുണ്ടോന്ന് ചോദിക്കുമ്പോ ഇതൊക്കെ ഉണ്ട്. ഈ ദീനിന് സമ്പത്തിനേക്കാൾ പരിഗണന കൊടുക്കണം, ജമാലിനേക്കാൾ പരിഗണന കൊടുക്കണം, തറവാടിത്തത്തേക്കാൾ പരിഗണന കൊടുക്കണം. കൂട്ടരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, അതിനുള്ള സന്ദർഭമല്ല എന്ന് എനിക്കറിയാം. ഒരു 2 വാചകങ്ങൾ കൂടി കൂട്ടിച്ചേർക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ, ദീനുള്ള കുടുംബത്തിന്റെ നിക്കാഹിന്റെ മുമ്പ് ഒന്നും നടക്കാല്ല. സേവ് ദ ഡേറ്റ് എന്ന പേരിൽ ഒരു തോന്നിയാസം നടക്കൂല. ഹെൽദിയും ഗുലാബിയും വേറെ തോന്നിയാസങ്ങളും പറഞ്ഞ് യൂറോപ്പിൽ നിന്നും ജൂതന്മാരിൽ നിന്നും അന്യമതസ്ഥരിൽ നിന്നും കടന്നു വന്നത് ഇസ്ലാമിന്റെ മക്കളുടെ മണ്ണിൽ ഉണ്ടാവില്ല. അതുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ പുഴുക്കുത്തുകൾ ആ കുടുംബത്തിൽ വീണിട്ടുണ്ട് എന്നാണ് അർത്ഥം. കൂട്ടരെ, എന്താണെന്നറിയോ? എൻഗേജ്മെന്റിന്റെ പേരിലും സേവ് ദ ഡേറ്റിന്റെ പേരിലും തലേസത്തിന്റെ പേരിലും പൂക്കളെറിയന്റെ പേരിലും ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? ഓൽക്ക് ഹലാലാണ്. എപ്പോഴാണെന്നറിയോ? അസ്നക്ക് ഇപ്പൊ യാസീന ഹലാൽ, എപ്പോ നമ്മൾ ഇപ്പോഴും ആയിട്ടില്ല, ഹലാലായിട്ടില്ല. നമ്മളണ്ട് ഓല് രണ്ടാളും പടണ്ട് ഏറ്റെടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഹലാലാവും. അതുവരെ അന്യ പെണ്ണെന്നെയാണ് അസ്ന, തിരിച്ച് യാസീനും അന്യ പുരുഷനാണ്. കൂട്ടരെ, അതിനു മുമ്പ് സേവ് ദ ഡേറ്റിന് ഒരു ഫോട്ടോഷൂട്ടും തോന്നിയാസവും കെട്ടിപ്പിടിക്കലൊക്കെ എവിടെ ഉള്ളത്? വർത്താനം പറയലൊന്നും എവിടെയില്ല, ദീനിലില്ലാത്തതാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ കുറച്ചൊക്കെ ഒന്ന് കാര്യബോധത്തോടു കൂടി നിയന്ത്രിക്കാൻ കഴിവില്ലെങ്കിൽ വേഗം തീരുമാനമാവും. അങ്ങനെ തീരുമാനമാണ് ഒരുപാട് കേസുകൾ നമുക്കിങ്ങനെ എണ്ണി പറയാൻ പറ്റും. ആണ് കൂട്ടരെ, ബർക്കത്തുണ്ടാവൂലേ? ഇത് അള്ളാഹ് തരുന്നതല്ലേ, 2 കുടുംബത്തിന്ന് കൂട്ടിച്ചേർക്കുന്നതാണ്, നമ്മൾ കൂട്ടിച്ചേർക്കണല്ല. നല്ല നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെ കിടക്കണ 2 ആള് കൂടിച്ചേർന്നത് ആരാ തീരുമാനിച്ച്? അള്ളാഹ് എഴുതി വെച്ചതാ കൂട്ടരെ. അള്ളാന്റെ ബർക്കത്ത് ഇറങ്ങണ്ടേ? അത് ഉണ്ടാവൂലേ അള്ളാഹ് പറഞ്ഞ റൂട്ടിലല്ലെങ്കിൽ? അതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല. പിന്നെന്താന്നറിയോ? ആദ്യ രാത്രി വിലപ്പെട്ടതാവും, ആദ്യ രാത്രി വല്ലാത്ത അനുഭൂതിയാവും. 2 പണ്ഡിതന്മാർ ഇമാം ഷഅബിയും ഖാദി ശുറൈഹും കണ്ടുമുട്ടിയപ്പോ ഇങ്ങനെ വർത്താനം ചോദിക്കുക, എന്തൊക്കെ വർത്താനെന്ന്. ഒരാൾ പറഞ്ഞു, കുറെ കാലമായി ജീവിക്കണം, അൽഹംദുലില്ലാ റാഹത്താണ്, ഇന്നേ വരെ ഒരു പ്രശ്നമില്ല, ഒരു വട്ടത്തെ ഞാനോളം അടിച്ചിട്ടുണ്ട്, അതിങ്ങനെ കുറെ കഴിഞ്ഞപ്പോ എന്റെ തെറ്റാണെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്റെ ആദ്യ രാത്രി പറയാണ്, ഞാൻ ഒതുകൊടുത്ത് വന്നു, എന്റെ റൂമിലേക്ക് പ്രവേശിച്ചു, ഞാനൊരു 2 റക്അത്ത് സുന്നത്ത് സ്കെച്ച് സലാം വീട്ടിയപ്പണ്ട് എന്റെ പിന്നിൽ എന്റെ പുതുമണവാട്ടി ഇരിക്കണം, ഓളും നിസ്കരിക്കായിരുന്നു എന്റെ ഒപ്പം എന്നാണ്. ഞാൻ എന്റെ കയ്യൊന്ന് നീട്ടി അവളിലേക്ക്, കാരണം ഹലാലായ സമയമാണ്. അവള് കൈ തടഞ്ഞിട്ട് പറഞ്ഞു, ആയിട്ടില്ല. അവളൊരു ഹംദും സ്വലാത്തും ചൊല്ലി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഖളാ ഖദറിന്റെ ഭാഗ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ കുറെ പെണ്ണുങ്ങളില്ലേ, എനിക്ക് എന്റെ നാട്ടിൽ കുറെ ചെക്കന്മാരുമില്ലേ, ഇത് അള്ളാന്റെ തീരുമാനമാണ്, അതുകൊണ്ട് ഇത് ഖദറിന്റെ ഭാഗമാണ്. ഇനി നിങ്ങൾ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എനിക്കൊന്ന് പറഞ്ഞുതരിക, അത് കണ്ടറിഞ്ഞ് എനിക്ക് നിൽക്കാലോ എന്നാണ്. അവള് സംസാരം നിർത്തിയപ്പോ ഞാൻ സംസാരം തുടങ്ങി. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിനക്ക് അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ ദുനിയാവും ആഖിറത്തും ഉണ്ടാവും. അതുകൊണ്ട് എന്നിൽ നിന്ന് കാണുന്ന നന്മകളെ ഫൻഷുരിഹ, നീ
പ്രചരിപ്പിച്ചുകൊള്ളൂ. നീ എല്ലാവരോടും പറഞ്ഞു എന്റെ നന്മകള്, പക്ഷെ എന്റെ തിന്മകളും എന്റെ ന്യൂനതകളും ഈ ആരോടും പറയരുത് എന്നാണ്. ആദ്യ രാത്രി ഇതിന്റെ മുമ്പ് ഒന്നും നടക്കൂല കൂട്ടരെ. അത് വല്ലാത്തൊരു അവർണ്ണനീയമായ ഒരു രംഗമാണ്. അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, ഒരു ഒളൂടുത്ത് കയറേണ്ട സമയമാണത്. അവിടെ പെണ്ണിന്റെ തലയിൽ വെച്ച്, തന്റെ പുതുമണവാട്ടിയുടെ തലയിൽ കൈവച്ച് ഖൈറിന് വേണ്ടി തേടാൻ അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അവിടുന്നേ പറ്റുള്ളൂ, അത് കഴിഞ്ഞ പിന്നെ പറ്റൂല. കാരണം പുതുമണവാട്ടിയുടെ തലയിലാ കൈവെക്കേണ്ടത്. പ്രാർത്ഥിക്കണം. അതൊക്കെ അവിടുന്ന് ലേഖായി പിന്നെ എവിടെയും കിട്ടൂല. പക്ഷെ അത് അതിന്റെ മുമ്പ് പലതും നടക്കുമ്പോൾ ഇതൊന്നും നടക്കൂല, ബർക്കത്ത് ഇറങ്ങൂല. അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കില്ല. മറിച്ച് ഇതൊക്കെ എന്ത് ചെയ്യും? ഇവരുടെ ജീവിതം അറിഞ്ഞും അറിയിച്ചും കുറച്ച് റൊമാൻറ്റിക് ആവും. ഇന്ന് സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത് പോലെ ഭാര്യയ്ക്കൊരു കാമുകന് ആവശ്യം ഉണ്ടാവില്ല, ഭർത്താവിനൊരു കാമുകിയെയും ആവശ്യം ഉണ്ടാവില്ല. ഈ ഭാര്യയ്ക്ക് കാമുകനായും ഭർത്താവായും ഇദ്ദേഹം തന്നെയാണ്, ഇദ്ദേഹത്തിന് കാമുകിയും ഭാര്യയുമായി ഒരാൾ തന്നെയാണ്. 2 ആൾ ആവശ്യം, 2 ആൾക്കുല്ല. കാരണം 2 ആളായിട്ടും ജീവിക്കാൻ അവർക്ക് പറ്റും. ദീനുണ്ടെങ്കിൽ മനസ്സിൽ റൊമാൻറ്റിക്കായി ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ചുരുക്കുമ്പോൾ ബാധ്യതകളുണ്ട്. ഭർത്താവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതുമണവാളം വന്നിട്ട് ചോദിച്ചു, നബി എനിക്ക് എന്റെ അവളോട് എന്തൊക്കെ ബാധ്യതകൾ? റസൂലുള്ളാഹി പറഞ്ഞു, ഭക്ഷണം കൊടുക്കണം, വസ്ത്രം ഉടുപ്പിക്കണം. അവൾക്കൊക്കെ വരുമാനം ഉണ്ടെങ്കിലും എന്റെ ഡ്യൂട്ടി അത് എന്നാണ്. അവൾക്ക് വരുമാനമുണ്ട്, പക്ഷെ നിന്റെ ഡ്യൂട്ടിയാണ് അത് എന്നാണ്. ഭക്ഷണവും വസ്ത്രവും തിരുത്തലുകളും നല്ല പെരുമാറ്റങ്ങളും വിട്ടുവീഴ്ചകളും വേണം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. വാരിയെല്ലിന്റെ മുകൾ ഭാഗത്ത് വാരിയെല്ല് എണ്ണം കൂടുതലാണല്ലോ, അതിന്റെ ഏറ്റവും മുകളിലത്തെ വാരിയെല്ല് എടുത്തിട്ടാണ് പെണ്ണിനെ സൃഷ്ടിച്ചത്. കാരണം ആ വാരിയെല്ലിനാണ് കുറച്ച് വളവ് കൂടുതൽ എന്നാണ്. അതുകൊണ്ട് വളവിനെ നീർത്താൻ നീ ശ്രമിക്കരുത്, പൊട്ടിപ്പോവും. ഉള്ള വളവിനേക്കാൾ കൂടുതൽ വളയാനും സമ്മതിക്കരുത്. കുറച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് കുറച്ച് ക്ഷമ വേണ്ടി വരും, കുറച്ചൊരു ഹിക്മത്തോടുകൂടി പണിയെടുക്കേണ്ടി വരും. ചില വാക്കുകളൊക്കെ ഒന്ന് സുഖിപ്പിക്കാൻ പറഞ്ഞാൽ മതിയാവും. നിന്റെ കൂടെ അവൾ ഉണ്ടാവും. അതുകൊണ്ട് കൊണ്ടു നടക്കാൻ നിനക്ക് കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പറഞ്ഞു, അല്ലാഹ്ക്കല്ലാതെ ആർക്കെങ്കിലും മുമ്പിൽ സുജൂദ് കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, സുജൂദ് അള്ളാഹ്ക്ക് മുമ്പിൽ മാത്രമേ ആരാധനയാണ്, വേറൊന്നിന്റെ മുമ്പിലും പറ്റൂല. അങ്ങനെ അള്ളാഹു അല്ലാത്തൊരു പടപ്പിന്റെ മുമ്പിൽ സുജൂദ് അനുമതി കിട്ടിയിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു എന്നാണ്. വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ബന്ധമാണെന്നാണ്. ബഹുമാനിച്ചും ആദരിച്ചും പരസ്പരം കണ്ടറിഞ്ഞും മുന്നോട്ട് പോകണം എന്നാണ്. 2 ആളും അറിയേണ്ട വിഷയം എന്താ വെച്ചാൽ, യാസീനും അതുപോലെ തന്നെ അസ്ന ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ 2 ആളും അറിയേണ്ടത്, അതല്ലെങ്കിൽ ഭർത്താക്കന്മാരായി നമ്മളൊക്കെ അറിയേണ്ട വിഷയം എന്താന്ന് വെച്ചാൽ, ഇവർ 2 ആരും കൂടിച്ചേർന്നു. ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണം എന്ന കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. അതുകൊണ്ട് തന്നെ ബാധ്യതകളുണ്ട് 2 ആൾക്കും. 2 കുടുംബാണ്, 2 വാപ്പയും 2 ഉമ്മയും ആകണിഞ്ഞ്. കൂടപ്പറപ്പുകളുടെ എണ്ണം കൂടുകയാണ്, കുടുംബങ്ങളുടെ എണ്ണം കൂടുകയാണ്, ബാധ്യതകൾ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് സ്വതന്ത്ര ലോകത്ത് ജീവിക്കാനല്ല, സ്വാതന്ത്ര്യമെടുക്കാം, പക്ഷേ ബാധ്യതകൾ തീർക്കാൻ 2 പേരും മുന്നിട്ടിറങ്ങണം എന്നാണ്. കാണേണ്ടവരെ കാണാനും പരിഗണിക്കേണ്ടവരെ പരിഗണിക്കാനും സ്നേഹം കൊടുക്കേണ്ടവർക്ക് സ്നേഹം കൊടുക്കാനും കഴിയണം. ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ പ്രധാനപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. 2 കുടുംബത്തിന്റെയും വേണ്ടപ്പെട്ടവർ മാത്രം. നമ്മൾ അനാവശ്യമായി ഇടപെടാറില്ല, ഇടപെടാനും പാടില്ല അവരുടെ ജീവിതത്തിൽ. പിന്നെ എന്തേ പറ്റുള്ളൂ? കണ്ടറിഞ്ഞ് ഇടപെടണം. ഇടപെടേണ്ട സമയങ്ങളിൽ ഇടപെട്ടേ പറ്റൂ. അത് നിർദ്ദേശങ്ങളായും ഉപദേശങ്ങളായും പ്രാർത്ഥനകളായിട്ടും നടക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ അവർക്ക് തുടക്കം കുറിച്ചൊടുക്കണം, ആ സ്ഥാപനം തുടങ്ങിക്കൊടുക്കണം. നമ്മളെല്ലാവരും പാടെ ഉദ്ഘാടനത്തിന് വന്നിക്കാണ്. അതുകൊണ്ട് ഈ ഉദ്ഘാടനം പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് മിനിമം ബാറക്കല്ലാഹു ലക്കുമാ എന്നെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം പ്രാർത്ഥന എല്ലാവർക്കും, ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. അല്ലാഹുവിന്റെ റസൂല് പുതുമണവാട്ടിക്കും പുതുമണവാളിനും സ്പെഷ്യലായി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണ്. അത് നമ്മൾ പ്രാർത്ഥിക്കണം, പഠിക്കണം അറിയാത്തവര്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടപ്പെട്ട കുട്ടികൾ വിവാഹം കഴിക്കുമ്പോൾ, നമ്മളെ വേണ്ടപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ വിവാഹം കഴിക്കുമ്പോൾ നമുക്കൊരു ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഈമാനും ഇൽമും ഇല്ലെങ്കിൽ പിന്നെ നമ്മളെക്കാൾ വേറെ ആരാ കുട്ടിയെ നഷ്ടക്കാരുള്ളത്. അതുകൊണ്ട് പഠിക്കാത്തവരെ പഠിക്കണം. ഇനി എന്തെങ്കിലും ആ വിഷയത്തിൽ നമുക്ക് അമാന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാറക്കല്ലാഹു ലക്കുമാ, നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ എന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞിടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കുടുംബത്തിനും വളരെ മാനസികമായി ഇണക്കം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. 2 കുടുംബങ്ങളിൽ നിന്ന് ഒരു പക്ഷേ ഈ ഒരു സദസ്സിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചവരുണ്ടാവാം. ഒന്നുകിൽ രോഗമാവാം തടസ്സം, അതല്ലെങ്കിൽ അവർ ഇന്ന് മണ്ണിനടിയിലാകാം. അള്ളാഹു രോഗികൾക്ക് ശിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. 2 കുടുംബത്തിലെയും ചിലപ്പോ മുൻപത്തെ തലമുറകളിൽ നിന്ന് പലരും ഉണ്ടായിക്കൊള്ളുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല
അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹു തീർത്ത് തരുമാറാകട്ടെ. ഇവർക്ക് നല്ല സന്താനങ്ങളെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിനും നാടിന്റെ നന്മക്കും കുടുംബത്തിന്റെ നല്ല അവസ്ഥക്കും മുവഹിദുകളായ സന്താനങ്ങളെ ധാരാളമായി അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇരുവർക്കും പരസ്പരം ഈമാനികമായി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇഹലോകത്തെ പണിയെടുക്കുന്ന ഇണകളാക്കി അള്ളാഹു അവരെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ വീഴ്ചകളെ നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ഈ കൂട്ടത്തിൽ ഒരുപാട് തലമുടി നരച്ചവരും കാരണവന്മാരും ഞങ്ങളുടെ മുമ്പേ നടന്നവരും ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നവരുണ്ട്. നാഥ, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ.